എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ചെറിയ മാമന്റെ കുട്ടിക്കാലായിരിക്കും കാണിക്കുക. മാമനാണെങ്കിൽ ഏതോ ഒരു വേലിയൊക്കെ പൊളിച്ച് എന്തോ കാര്യമായി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അവൻ ഒറോച്ചിമാറുവിനെ നോക്കി കൈ കാണിക്കും. ഒറോച്ചിമാറു, ഇവിടേക്ക് വായോ, നീയും ഈ ഒരു കാഴ്ച കണ്ട് ആസ്വദിക്ക്. ഒറോച്ചിമാറുവിനാണെങ്കിൽ അതെന്താണെന്ന് പിടികിട്ടില്ല. പക്ഷെ മാമൻ വിളിച്ച സ്ഥിതിക്ക് അവനും ഇപ്പോ ചെറിയ മാമന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഏതോ ഒരു ഗ്രാൻഡ്മ അതുവഴി കടന്നു പോവും. പക്ഷേ ആ ഗ്രാൻഡ്മ ജിറയ മാമനെയോ ഒറോച്ചിമാറുവിനെ കാണില്ല. ഇവിടെ ജിറയ മാമനാണെങ്കിൽ കാര്യമായിട്ട് പെണ്ണുങ്ങൾ കുളിക്കുന്നതായിരിക്കും ഒളിഞ്ഞു നോക്കുക. അത് കണ്ട് ഒറോച്ചിമാർ ഷോക്കായിട്ട്, യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ഇത് കാണാനാണോ നീ കഷ്ടപ്പെട്ട് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? ഒറോച്ചിമാർ ഫുൾ കലിപ്പില് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. പക്ഷെ മാമൻ അവനാണെങ്കിൽ ഒറോച്ചിമാറു പോയതറിയാതെ വീണ്ടും വീണ്ടും ഒറോച്ചിമാറുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഒറോച്ചിമാറുവിന് പകരം ആ ഗ്രാൻഡ്മ അവരായിരിക്കും മാമന്റെ പുറകിലേക്ക് വരിക. മാമൻ നൈസായിട്ട് തിരിഞ്ഞു നോക്കും. ആ ഗ്രാൻഡ്മ തിളച്ച വെള്ളമെടുത്ത് അവന്റെ മുഖത്തേക്ക് ഒരൊറ്റ ഒഴി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ മാമൻ ഒറോച്ചിമാറുവിനോട് പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ലേഡി സുനൈറിനെ വളച്ച് കുപ്പിയിലാക്കണം. സോ നീ വേണം എന്നെ അതിന് ഹെൽപ്പ് ചെയ്യാൻ. നീ ആൾമാറാട്ടം നടത്തി അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണം. ആ സമയത്ത് ഞാൻ ചാടി വീണ് അതിസാഹസികമായി നീയുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവളെ രക്ഷിച്ച് വലിയൊരു ഇംപ്രഷൻ ഉണ്ടാക്കും. പക്ഷെ ഒറോച്ചിമാറുവിനാണെങ്കിൽ എന്തിനാണ് മാമൻ അങ്ങനെ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവില്ല. ഒറോച്ചിമാറുവിന് ഫീലിങ്സ് എന്താണെന്നോ അഫെക്ഷൻ എന്താണെന്നോ അങ്ങനെ ഒന്നും അറിയില്ല. പക്ഷെ മാമൻ അവൻ വീണ്ടും വീണ്ടും ഒറോച്ചിമാറുവിനെ നിർബന്ധിക്കും. സോ ആ നിർബന്ധം സഹിക്ക വയ്യാതെ അവൻ മാസ്ക് ഒക്കെ വെച്ച് ഇപ്പൊ ലേഡി സുനൈറിന്റെ അടുത്തേക്ക് വരും. ഇവിടെ സുനൈറാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ നടന്നു വരികയാണ്. അവള് ഗാംബ്ലിങ്ങില് പൊട്ടി പാളീസായതോർത്ത് ഒരുപാട് വിഷമത്തില് സങ്കടത്തിലായിരിക്കും റോഡിലൂടെ നടന്നു വരിക. അപ്പോഴായിരിക്കും ഒറോച്ചിമാറു അവളുടെ മുൻപിലേക്ക് ചാടി വീഴുക. അവള് ചോദിക്കും, നീ ആരാണ്? ഒറോച്ചിമാറു പറയും, ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. അതിനവള് ഫുൾ കലിപ്പില്, ഓൾറെഡി ഞാൻ നല്ല മൂഡ് ഓഫ് ആണ്. സോ മര്യാദയ്ക്ക് എൻ്റെ മുൻപിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. പക്ഷെ ഒറോച്ചിമാറു അവൻ മാറാൻ തയ്യാറാവില്ല. സുനൈർ അങ്ങനെ ചാടി വന്ന് ഒരൊറ്റ ചവിട്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ജിറയ മാമൻ, സുനൈർ നിനക്ക് എന്തു പറ്റി? നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്റെ മാമൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് അവിടേക്ക് ഓടിയെത്തും. അപ്പോഴാണ് മാമൻ ആ കാഴ്ച കണ്ട് ഷോക്കാവുക. ഓൾറെഡി സുനൈര് അവൾ ഒറോച്ചിമാറുവിനെ തിരിച്ചറിഞ്ഞു. സുനൈർ ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ എന്താ കാര്യം? അതിന് മാമൻ പറയും, ഒന്നുമില്ല, ഞാൻ വെറുതെ ക്യാഷ്വലായി ഇതുവഴി നടന്നു പോയതാണ്. പ്ലാൻ നൈസായിട്ട് കയ്യിന്ന് പോയെന്ന് മനസ്സിലാക്കിയ മാമൻ അവിടുന്ന് അങ്ങനെ നടന്നു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവർ 3 പേരും ചേർന്ന് ഇപ്പോൾ ഒരു മിഷന് പോയിരിക്കുകയാണ്. നൈറ്റ് ആവുമ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ കൂട്ടിയിട്ട് അവർ പരസ്പരം പറയും, ഒരുപക്ഷെ ആ വില്ലന്മാര് അവർ നമ്മളെ ഉപദ്രവിക്കില്ലായിരിക്കും. സോ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് പരസ്പരം സംസാരിച്ചാലോ? അങ്ങനെ സംസാരിച്ച കുറെ നേരം ടൈം പോവും. ലേഡി സുനൈറാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. നിനക്കെപ്പോഴും പെൺകുട്ടികളെ കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കാൻ സമയമുള്ളൂ? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സ്വപ്നം നിനക്കുണ്ടോ? അത് കേട്ട് മാമൻ ചിരിക്കും. മാമൻ ഇപ്പോ അവളോട് ചോദിക്കും, ഓ അങ്ങനെയാണോ? എങ്കിൽ നിന്റെ ഫ്യൂച്ചറിലെ ഡ്രീം അതെന്താണ്? അതിനവള് പറയും, എനിക്ക് ഈ ലോകം മുഴുവൻ ചുറ്റി കാണണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കേട്ട് മാമൻ പറയും, എൻ്റെ ആഗ്രഹം നീ പോകുന്ന സ്ഥലത്തെല്ലാം നിന്റെ കൂടെ വന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്നതാണ്. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് മറ്റൊരാളുടെ പ്രൊട്ടക്ഷൻ അത് വേണ്ട. അത് കേട്ട് മാമന് ഒരുപാട് വിഷമാവും. അടുത്തതായിട്ട് അവർ ഒറോച്ചിമാറുവിനോട് ചോദിക്കും. അപ്പോഴായിരിക്കും ഒറോച്ചിമാറു പറയുക, എൻ്റെ സ്വപ്നം എനിക്ക് നിഞ്ചിപ്സൂല് ഒരു മാസ്റ്റർ ആവണം എന്നതാണ്. എല്ലാവരും കഴിഞ്ഞും എനിക്ക് സ്ട്രോങ് ആവണം. ഉടനെ മാമൻ പറയും, ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ ലൈഫ് ജേർണിയിൽ വലിയൊരു ബുക്ക് എഴുതുന്നതായിട്ട്. ലേഡി സുനൈർ, നീ കൂടെ എൻ്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ആ ബുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ കഴിയും. അതിനവൾ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, നിനക്ക് വേണമെങ്കിൽ നീ ഒറ്റയ്ക്ക് പോ. അങ്ങനെ നമ്മുടെ ആൾക്കാര് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ആ മിസ്റ്റ് വില്ലേജുകാര് അവരിപ്പോ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ അവിടേക്ക് ഓടി അടുക്കുക. അടുത്ത സെക്കൻഡ് നമ്മുടെ ആൾക്കാർ ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. സുനൈറാണെങ്കിൽ അറഞ്ചം പുറഞ്ചം ആ വില്ലന്മാരെ ആഞ്ഞിട്ടിക്കും. ജിറയ മാമൻ ആളുടെ ഫയർ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഒരു വിധത്തില് അവര് 3 പേരും ചേർന്ന് ആ മിസ്റ്റ് വില്ലേജുകാരെ ആട്ടിച്ചോടി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കാക്കാഷി മാസ്റ്ററുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ
ആളുടെ പപ്പ മരിച്ചതിന് ശേഷം ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ആള് ബുക്കൊക്കെ നോക്കി ഇപ്പൊ അടിപൊളി ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കും. അതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ കാക്കാഷി മാസ്റ്റർക്ക് ഒരുപാട് ഇഷ്ടാവും. വാവ്, ഇത് സത്യത്തില് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ, ഞാനിപ്പോ ഒരു വലിയ ഷെഫായി മാറി എന്നൊക്കെ പറഞ്ഞ് ആള് വീണ്ടും ഇപ്പൊ കാര്യമായിട്ട് കുക്കൊക്കെ ചെയ്ത് പാത്രം കഴുകി വീടൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ സ്വയം പര്യാപ്തനാവുകയാണ്. അതിനുശേഷം പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവനോട് തന്നെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അക്കാദമിയിലേക്ക് ഓടും. കാക്കാഷി പോകുന്ന വഴിയില് അച്ഛനെയും കുട്ടികളെയൊക്കെ കാണുമ്പോ കാക്കാഷിക്ക് ഒരുപാട് വിഷമാവും. അടുത്ത സീനില് അവൻ അക്കാദമിയിലേക്ക് എത്തി ഇപ്പൊ തേർഡ് ഹൊക്കാഗെയായി ട്രെയിനിങ് എടുക്കുകയാണ്. കാക്കാഷി ആണെങ്കിൽ തേർഡ് ഹൊക്കാഗെ ആയിട്ട് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. ഹൊക്കാഗെ പറയും, ആക്ച്വലി നിനക്ക് എൻ്റെ അതേ സെയിം സ്കില്ലാണ്, എൻ്റെ ഒപ്പം നീ ഈക്വലായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ കാക്കാഷിക്ക് അദ്ദേഹം നല്ല സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒബീട്ടോയും റിന്നും അവർ രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് കാക്കാഷിയെ നോക്കും. റിന്നാണെങ്കിൽ കാക്കാഷിയുടെ പവറിലും അവന്റെ ഫൈറ്റിലും വല്ലാതെ അങ്ങോട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, ശരിക്കും കാക്കാഷി സൂപ്പറാണല്ലേ. പക്ഷെ ഒബീട്ടോയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. ഒബീട്ടോ പറയും, ഞാനും നല്ലതുപോലെ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഇതിനപ്പുറം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനിപ്പോ ക്യാഷ്വലായിട്ട് അങ്ങനെ ഇരിക്കും. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോകുന്തോറും കാക്കാഷി അവൻ കൂടുതൽ പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. ഒബീട്ടോ ആണെങ്കിൽ ആരും അറിയാതെ കാക്കാഷിയെ ഫോളോ ചെയ്യും. അവനാണെങ്കിൽ ആ കുക്കിംഗ് ബുക്കൊക്കെ വായിച്ച് ഓരോ ദിവസവും മെയിനൊക്കെ പിടിച്ച് വ്യത്യസ്തമായ ഫുഡൊക്കെ ഉണ്ടാക്കി വളരെ ഇഷ്ടത്തോടു കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഒബീട്ടോ ആണെങ്കിൽ ഇപ്പൊ കാക്കാഷിയെ ഫോളോ ചെയ്ത് അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ട് വണ്ടർ അടിക്കും. ആക്ച്വലി കാക്കാഷിക്ക് ഇത്രയും സ്ട്രെങ്ത് പവറൊക്കെ ഉണ്ടായിരുന്നോ, ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒബീട്ടോ ആണെങ്കിൽ വിടാതെ സാസുകയെ പിന്തുടരും. അതിനുശേഷം അവന്റെ വീട്ടിലേക്ക് വന്ന് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കും. ഉടനെ സാസുക, ഉടനെ കാക്കാഷി, അവനാണെങ്കിൽ അവൻ പിടിച്ചുകൊണ്ടുവന്ന ഫിഷ് അതൊക്കെ വെച്ച് വമ്പൻ ഫയറിൽ അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. കാക്കാഷി ആണെങ്കിൽ ഒബീട്ടോയെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. കാക്കാഷി ഒബീട്ടോട് പറയും, രണ്ടുപേരും അകത്തേക്ക് കയറി വാ. അത് കേട്ട് ഒബീട്ടോ അവൻ ഷോക്കാവും. രണ്ടുപേരോ, ഞാൻ ഒറ്റൊരാളല്ലേ ഉള്ളൂ. അവൻ നൈസായിട്ട് തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടു പിന്നില് അവൻ റിന്നിനെ കാണുക. കട്ട് ചെയ്ത ഇപ്പൊ അവർ രണ്ടുപേരും വീടിനകത്തേക്ക് വരും. കാക്കാഷി ആണെങ്കിൽ അവന്റെ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്ത ഫിഷ് അവർക്ക് കഴിക്കാൻ കൊടുക്കും. ആ ഫുഡിന്റെ ടേസ്റ്റ് അത് അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടാവും. ഇത്രയും നല്ല ഫുഡ് റെസ്റ്റോറന്റിൽ പോലും കിട്ടൂല എന്ന് പറഞ്ഞ് അവര് കാക്കാഷിയെ അഭിനന്ദിക്കും. കാക്കാഷി വീണ്ടും എപ്പോഴത്തേതും പോലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീടൊക്കെ വൃത്തിയാക്കി നെക്സ്റ്റ് ഡേ മോർണിംഗ് അക്കാദമിയിലേക്ക് പോവും. ഒബീട്ടോ വീണ്ടും കാക്കാഷിയുടെ അടുത്തേക്ക് വരും. കാക്കാഷി, സത്യത്തിൽ നീ ഇന്നലെ ഉണ്ടാക്കി തന്ന ഫുഡ് അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷെ കാക്കാഷി ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ മുൻപോട്ട് നടക്കും. അടുത്ത സീനില് മൈഗൈ ആണെങ്കിൽ കാക്കാഷിയുടെ അടുത്തേക്ക് വന്ന് പറയും, നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ആക്ച്വലി നിന്നെയാണ് എൻ്റെ റൈവലായിട്ട് കണ്ടിരിക്കുന്നത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് മൈഗൈ ഇപ്പോ കാക്കാഷിയെ തല്ലാൻ തുടങ്ങും. കാക്കാഷിക്ക് കലി കയറി ഒരൊറ്റ ചവിട്ടിന് അങ്ങനെ മൈഗയെ താഴെയിടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ അവനവന്റെ പപ്പയുടെ കല്ലറയിലേക്ക് വരും. കാക്കാഷി അവന്റെ പപ്പയുടെ കല്ലറ നോക്കി പറയും, പപ്പ, അന്ന് നിങ്ങൾ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഞാൻ ഒരിക്കലും റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. നെക്സ്റ്റ് ഡേ വീണ്ടും ഒബീട്ടോ കാക്കാഷി കാണാനായിട്ട് വരും. ഒബീട്ടോ ഫ്രണ്ട്ലി ആയി ഒരുപാട് സ്നേഹത്തോടു കൂടെ അവനോട് സംസാരിക്കും. പക്ഷെ കാക്കാഷി അവനൊന്നും മിണ്ടാതെ അക്കാദമിയിലേക്ക് വരും. അക്കാദമിയിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മുടെ മൈഗൈ ഫുൾ കലിപ്പിൽ പറയും, ഇന്നലെ നീ എന്നെ തോൽപ്പിച്ചു, പക്ഷെ ഇന്ന് നിനക്ക് അതിന് കഴിയില്ല. അടുത്ത സെക്കൻഡ് വീണ്ടും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ആ ഒരു ഫൈറ്റിലും കാക്കാഷി മൈഗയെ ദയനീയമായി തോൽപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.